Hallelujah.
പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ജനറൽ കൺവെൻഷന്റെ സമാപന നിമിഷത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണല്ലോ. ദൈവകൃപയിൽ ആശ്രയിച്ച് നാം പ്രാർത്ഥിച്ച് ആരംഭം കുറിച്ച നിമിഷം മുതൽ ഇതുവരെയും കർത്താവിന്റെ വലിയ സാന്നിധ്യം നമ്മോട് കൂടെയിരുന്നു. ആമേൻ. രാത്രി യോഗങ്ങൾ, പകൽ യോഗങ്ങളൊക്കെ കർത്താവ് അനുഗ്രഹമാക്കി. ഈ സമാപന നിമിഷം സംയുക്ത ആരാധനയായിട്ടാണല്ലോ നാം ദൈവസന്നിധിയിലായിരിക്കുന്നത്. ഈ പകലിലും നമുക്കൊരുമിച്ച് ആമേൻ വളരെ ആമേൻ ആത്മനിറവിൽ പാടി കർത്താവിനെ ആരാധിപ്പാൻ പരിശുദ്ധ കർത്താവ് നമ്മെ സഹായിച്ചു. തുടർന്നും ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ഈ വിശുദ്ധ സഭായോഗത്തിന്റെ ആദ്യ സെഷൻ ആമേൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ജനറൽ ട്രഷററായി പ്രവർത്തിക്കുന്ന കർത്താവദാസൻ പാസ്റ്റർ ബിനോയ് മർക്കോസ് അവറുകളെ ക്ഷണിക്കുന്നു. കരങ്ങളിൽ സ്തോത്രം ചെയ്താല് അനുഗ്രഹിക്കപ്പെട്ടതായ ജനറൽ കൺവെൻഷന്റെ അവസാന ദിനത്തിലേക്കും വിശുദ്ധ സഭായോഗത്തിലേക്കും കടന്നു വരുവാൻ സർവകൃപാലുവാകുന്ന ദൈവം നമുക്ക് നൽകിയ നല്ല അവസരത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 3 ദിനങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നമ്മുടെ ജനറൽ കൺവെൻഷൻ ഇവിടെ നടക്കുവാനിടയായി. ഇന്ന് പകലിൽ വിശുദ്ധ സഭായോഗത്തോടുകൂടി അത് പര്യവസാനിക്കുകയാണല്ലോ. ഇന്ന് പകൽക്കാലം കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ധാരാളമായ ദൈവം നമ്മെ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് പകൽ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന 3 ദിനരാത്രങ്ങൾ ദൈവം നമുക്ക് നൽകുവാനിടയായി. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന മീറ്റിങ്ങുകൾ ഇവിടെ നടക്കുവാനിടയായി തീർന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവജന ശുശ്രൂഷകൾ ഇവിടെ നടക്കുവാനിടയായി. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന നമ്മുടെ സൺഡേ സ്കൂള്, നമ്മുടെ സഹോദരി സമാജത്തിൻ്റെ മീറ്റിങ്ങുകളൊക്കെ നടക്കുവാനിടയായി തീർന്നു. എല്ലാത്തിനും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ധാരാളമായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് പ്രാർത്ഥനയ്ക്കായി സമയത്തെ വേർതിരിക്കുകയാണ്. ഈ ജനറൽ കൺവെൻഷന്റെ തീരുമാനിച്ച നിമിഷം മുതൽ ഈ സമയം വരെ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മോട് കൂടെ ഇരിക്കുവാനിടയായി. വലിയ പ്രാർത്ഥനയുടെ ഒരു കോട്ട നമുക്ക് ചുറ്റുമുണ്ടായിരുന്നു. അനവധി പ്രാർത്ഥനകൾ ക്രമീകരിക്കപ്പെടുവാനിടയായി. ആ പ്രാർത്ഥനയുടെ ഫലം എന്നവണ്ണം ദൈവം എത്രത്തോളം ഇതിനെ അനുഗ്രഹമാക്കി തീർത്തതിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലും വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാമല്ലോ. തുറന്നുള്ള സമയങ്ങൾ ഇന്ന് പകൽക്കാലം ഈ നമ്മുടെ വിശുദ്ധ സഭായോഗം ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം ഇടയാക്കേണ്ടതിനായി ഇന്ന് പകൽക്കാലം കർത്താവദാസൻ പാസ്റ്റർ സ്തോത്രം ഹല്ലേലൂയ ബാബു മത്തായി അവர்கள் മുൻപോട്ട് കടന്നു വന്ന പ്രാർത്ഥിക്കുന്ന ശേഷം കർത്താവദാസൻ പാസ്റ്റർ സഹോദരിമാരുടെ ഭാഗത്തു നിന്ന് ഒരാൾക്കും സഹോദരന്മാരുടെ ഭാഗത്ത് ഒരാൾക്കും അതിനുശേഷം കർത്താവദാസൻ പാസ്റ്റർ ബാബു മത്തായി മുൻപോട്ട് കടന്നു വന്ന് നമ്മുടെ ആരാധനായി പ്രാർത്ഥിക്കുകയും നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കാവേ. സഹോദരിമാരുടെ ഭാഗത്ത് ഒരാൾക്കും സഹോദരന്മാരുടെ ഭാഗത്ത് ഒരാൾക്കും അതിനുശേഷം കർത്താവദാസൻ മുൻപോട്ട് പ്രാർത്ഥിക്കും.
നല്ല ദൈവമേ, സ്വർഗസ്ഥലുള്ള കർത്താവേ, എൻ്റെ സമയത്തിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശുദ്ധ പകൽക്കാലം സ്വർഗം ഞങ്ങൾക്ക് ഈ പകൽക്കാലം ദാനമായി നൽകിയ ദൈവസമൂഹത്തിനായി സ്തോത്രം ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജനറൽ കൺവെൻഷൻ്റെ അവസാനത്തെ ദിവസമായിരുന്നു ആമേ ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ പന്തലിനുള്ളിൽ കൂടി വരുവാൻ കർത്താവെ കഴിഞ്ഞ നാളത്തെ പ്രാർത്ഥനയുടെ ഫലമായി ഇത്രത്തോളം ദൈവം ഞങ്ങളെ സഹായിച്ച ദൈവകൃപയ്ക്കായി ദൈവസ്നേഹത്തിനായി സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവിന് നേതൃത്വം എടുക്കുന്ന ഞങ്ങളുടെ അഭിഷേകത്തിനായി, കുടുംബത്തിനായി, അതോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന അഭിഷേക ഗണത്തിനായി എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതോ. കടന്നു വരുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം, വഴി യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെയും പരിശുദ്ധാത്മാവിൽ നിറവിൽ ചെയ്തെടുപ്പാൻ തന്നെ അഭിഷേകന്മാരെ അധികമായി ശക്തീകരിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നല്ലോ. എല്ലാ അനുഗ്രഹങ്ങളാലും ആശീർവാദങ്ങളാലും ദൈവാത്മാവ് ഞങ്ങളെ ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനായി നന്ദി പറയുന്നു. ക്രിസ്തുവേശ്വരനുള്ള നല്ല നാമത്തിൽ ചോദിക്കുമ്പോൾ പിതാവേ, കൃപ തോന്നി അവിടുത്തെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. പ്രാർത്ഥനയിൽ സഹായിച്ച പ്രിയപ്പെട്ടവരുടെ നന്ദി അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല പകൽക്കാലത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ സങ്കീർത്തന പ്രബോധനത്തിനായി കർത്താദാസൻ പാസ്റ്റർ ശിവരാജ് അവരുകളെ ക്ഷണിക്കുന്നു. കർത്താവദാസൻ ദൈവസഭയുടെ പാസ്റ്റർ ബോർഡ് ചെയർമാനായി പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ റാന്നി സെൻറ്ററിലെ ശുശ്രൂഷകൻ, 2 പ്രാദേശിക സഭകളുടെ ശുശ്രൂഷകൻ എന്ന നിലയിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിൻ്റെ വേലയിൽ ഈ ദിവസങ്ങളിലായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ വേലയിൽ പരസ്യമായി ദൈവനാമത്തെ ഉയർത്തുന്നതിൽ വളരെ അഭിമാനത്തോടെ അനേക പട്ടണങ്ങളിൽ, അനേക തെരുവുകളിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനൊക്കെ ഈ ദിവസങ്ങൾ ദൈവം ഉടനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് പകൽ കർത്താവിൻ ദാസനെ സങ്കീർത്തന പ്രബോധനത്തിനായി ക്ഷണിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മെ ഉടനെ സഹായിക്കണം. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ നിൽക്കുന്ന 34-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. 34-ാം സങ്കീർത്തനം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹത്വപ്പെടുത്തുകയും നാം ഒന്നിച്ചവന്റെ നാമത്തെ ഉയർത്തുക. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ, അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. മക്കളെ വന്നെനിക്ക് ചെവി തരുവീൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അതിരത്തെയും കാത്തുകൊള്ളുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അടുത്ത 2 വാക്യം നമുക്ക് ചേർന്ന് പാടാം. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ ഭയക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. ഈ അനുഗ്രഹീതമേറിയ നല്ല സങ്കീർത്തനത്തിന് മുമ്പിൽ ഈ വിശുദ്ധ ആരാധനയിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ ഒരു വാക്ക് നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ അനുഗ്രഹമേറിയ നല്ല ദിവസത്തിന്റെ ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് പകലിൽ ഞങ്ങൾക്ക് നൽകി തന്നതായ നല്ല സങ്കീർത്തനത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് ആവശ്യമായ നല്ല ആലോചനകൾ, ദൂതുകൾ, പ്രബോധനങ്ങൾ ദൈവാത്മാവ് ഞങ്ങൾക്ക് നൽകി തരണമേ.
ഈ സങ്കീർത്തനമാകെ ഞങ്ങളിൽ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും പ്രാർത്ഥന. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ആരാധനയിൽ മഹത്വപ്പെടുമാറാകട്ടെ. ശാലേം ഗോസ്ബൽ ചർച്ച് കോഡ് 16ാം കൺവെൻഷന്റെ അനുഗ്രഹിക്കപ്പെട്ട ഈ സമാപന വിശുദ്ധ ദിവസം വിവിധ സഭകളിൽ വിവിധ ദേശങ്ങളിൽ നിന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിലേക്ക് കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ ആരാധനയുടെ അധ്യക്ഷനായി ഈ മീറ്റിങ്ങിന് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൽ വളരെ സ്നേഹിക്കുന്ന ബഹുമാന്യ ദേവദാസൻ, ഈ പ്രസ്ഥാനത്തിന് ട്രസ്റ്റി ആയിരിക്കുന്ന കർത്താവിൻ ദാസൻ ബിനോയ് മാർക്കോസ് അവറുകൾ, ശാലേം ഗോസ്ബൽ ചർച്ച് കോഡിൻ്റെ ഫൗണ്ടർ പ്രസിഡന്റ്, നമുക്ക് ആവശ്യമായിരിക്കുന്ന ആത്മീയ നേതൃത്വങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന അനുഗ്രഹീതനായ ദൈവദാസൻ പ്രിയ BT വിനോദ് കുമാർ സാർ, അതുപോലെ തന്നെ ഈ പ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡന്റായി കർത്താവിൻ്റെ വേലയിൽ സേവനമനുഷ്ഠിക്കുകയും അടൂർ സെൻട്രലിൻ്റെ സെൻട്രൽ മിനിസ്റ്ററുമായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോയി ടി മണ്ണാറോഡ്, പ്രസ്ഥാനത്തിൻ്റെ ജോയിന്റ് സെക്രട്ടറി, കോട്ടയം സെൻട്രലിൻ്റെ ശുശ്രൂഷകനും ഐവർകാല ദൈവസഭയുടെ ശുശ്രൂഷകനുമായിരിക്കുന്ന ബഹുമാന്യ ദൈവദാസൻ പാസ്റ്റർ റിബിമോൻ കുറുവപ്പള്ളി അവറുകൾ, അതുപോലെ ഈ പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി തിരുവല്ല സെൻട്രൽ മിനിസ്റ്ററുമായിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യ ദൈവദാസൻ പാസ്റ്റർ ജിജോ പുല്ലാട് അവറുകൾ, അതുപോലെ ദൈവസഭയുടെ മറ്റ് പ്രവർത്തന മേഖലകളിൽ കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാർ, കഴിഞ്ഞ ഈ മീറ്റിങ്ങിൻ്റെ പ്രാരംഭ സമയം മുതൽ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഗാനങ്ങൾ നമുക്ക് നൽകി തന്ന ആരാധനയ്ക്ക് നേതൃത്വം വഹിച്ചുകൊണ്ടിരുന്ന യെരുശലേം വോയിസ് എന്ന അനുഗ്രഹീതരായ ദൈവദാസിമാർ, മറ്റ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇന്ന് പകൽക്കാലം ഈ ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാ ബഹുമാന്യരായ സഹോദരിമാർ, സഹോദരന്മാർ, പിതാക്കന്മാർ, മാതാക്കൾ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും വീണ്ടും ഈ ഭൂമിയിലേക്ക് പുനരാഗമിക്കുവാൻ പോകുന്ന സർവകൃപാലുവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം പ്രാരംഭമായി അറിയിക്കുകയാണ്. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യയുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ലൊരു സങ്കീർത്തനം ദൈവം നമുക്ക് ദാനമായി തന്നു. 34ാം സങ്കീർത്തനം നമുക്ക് വളരെ സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ്. നമ്മൾ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ ഈ സങ്കീർത്തനത്തിന് വളരെയധികം പ്രാധാന്യതയുണ്ട്. വിശുദ്ധ വേദപണ്ഡിതാക്കന്മാർ സങ്കീർത്തനത്തിൽ കൊടുത്തിരിക്കുന്ന പല പേരുകളുണ്ട്. ഇതിനെ പറ്റി പറയുന്നത് സ്തുതികളുടെ പുസ്തകമെന്നാണ്. സങ്കീർത്തനത്തെ പറ്റി പറയുന്നത് സ്തുതികളുടെ പുസ്തകമെന്നാണ്. യഹൂദന്മാർ അവരുടെ എല്ലാ ശുശ്രൂഷ വേളകളിലും ഒഴിച്ചുകൂടാൻ പറ്റാതെ വളരെ ശക്തമായി ദൈവത്തെ പാടി ആരാധിച്ചു കൊണ്ടിരുന്ന മനോഹരമേറിയ പാട്ടുകളാണ് സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ശുശ്രൂഷയിലും എല്ലായിടത്തും നമ്മൾ സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാറുണ്ട്. ഈ സങ്കീർത്തനത്തിൻ്റെ ഒരു പേരാണ് ഗീതങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സാമൂഹിക വിലാപങ്ങൾ, സ്തോത്ര സങ്കീർത്തനങ്ങൾ, രാജകീയ സങ്കീർത്തനങ്ങൾ, വിജ്ഞാന സങ്കീർത്തനങ്ങൾ, മശൈക സങ്കീർത്തനങ്ങൾ, ശാപ സങ്കീർത്തനങ്ങൾ, ഇങ്ങനെ ഇതര പേരുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വേദപണ്ഡിതാക്കന്മാർക്ക് അവരുടേതായിരിക്കുന്ന ആത്മപ്രചോദനമനുസരിച്ച് ഇതിന് പല പേരുകൾ ഇടുവാനിടയായിട്ടുണ്ട്. എങ്കിലും പരിശുദ്ധാത്മാവാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് വളരെ മനോഹരമായ സങ്കീർത്തനങ്ങൾ നമുക്ക് നൽകി തന്നിട്ടുള്ളത്. പല സങ്കീർത്തനത്തിൻ്റെയും തലക്കെട്ടിൽ കാണുന്നുണ്ട് ദാവീദിൻ്റെ സങ്കീർത്തനം, ആസാഫിൻ്റെ സങ്കീർത്തനം, കോരഹപുത്രന്മാരുടെ സങ്കീർത്തനം, മോശയുടെ സങ്കീർത്തനം. ഇങ്ങനെ വിവിധ തലങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിയോഗിക്കപ്പെട്ട നിലകളിൽ അഭിഷക്തന്മാരുടെ വിരചിതമായ തിരുവെഴുത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകളാണ് സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിന്റെ പശ്ചാത്തല ഭാഗത്തേക്കൊന്നും അധികമായി കടന്നു പോകാതെ, സമയം നമ്മുടെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ട് ദൈവം നൽകിയതായ ചില ആലോചനകൾ, ചില പ്രബോധനങ്ങൾ സങ്കീർത്തനത്തിലൂടെ പറഞ്ഞ
ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുകയാണ്. 34-ാം സങ്കീർത്തനം നമുക്ക് വളരെ സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ്. ഇതിൻ്റെ തലക്കെട്ടിൽ കാണുന്നുണ്ട്, ഇത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ഏറ്റവും കൂടുതൽ സങ്കീർത്തനം എഴുതപ്പെട്ടത് ദാവീദാണെന്ന് സങ്കീർത്തനങ്ങളിലൂടെ നമ്മുടെ കണ്ണുകൾ ഓടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതിൻ്റെ പ്രാരംഭ വാക്യത്തിലേക്ക് വരുമ്പോൾ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ് കാണുന്നത്: ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിൽ മേൽ ഇരിക്കും. ഒരാത്മീയ ഭക്തന് മാത്രമേ ഇത് പറയാൻ പറ്റത്തുള്ളൂ. അവൻ്റെ പ്രതിസന്ധിയുടെ നടുവിലും പ്രശ്നത്തിൻ്റെ നടുവിലും സന്തോഷത്തിൻ്റെ നടുവിലും അവന് പറയാൻ പറ്റും, ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. സ്തോത്രം. ദാവീദിന് പറയുവാനുണ്ട്. ദാവീദിനെ കുറിച്ച് ഒത്തിരി നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ദാവീദിനെ കുറിച്ചൊന്ന് പറഞ്ഞു വിടട്ടെ. സ്തോത്രം. ഒരു കാലത്ത് അപ്പനും അമ്മയും ഒക്കെ ഉപേക്ഷിച്ച് കാട്ടുമൃഗങ്ങളുമായി കാട്ടരുവിയുടെ വെള്ളം കുടിച്ച് കാട്ടിൽ കിടന്ന ഒരു വ്യക്തിത്വമായിരുന്നു ദാവീദ്. പക്ഷേ കാട്ടിൽ നിന്ന് ദാവീദിനെ നാട്ടിൽ കൊണ്ടുവന്ന് അഭിഷേകം ചെയ്ത ഇസ്രായേലിന്റെ രാജാവായി ഇസ്രായേലിനെ ഭരിക്കുവാൻ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവനായിരുന്നത് കൊണ്ട് ദാവീദിനും പറയാൻ പറ്റും, ഏത് സമയത്തും ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുവാനിടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. ആര് സ്തുതിച്ചില്ലെങ്കിലും, ആര് പാട്ടുപാടിയില്ലെങ്കിലും, ആരാധിച്ചില്ലെങ്കിലും, ആര് നൃത്തം ചെയ്തില്ലെങ്കിലും എൻ്റെ ദൈവത്തെ എനിക്ക് സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല. അവൻ ചെയ്ത ഉപകാരങ്ങൾ ഓർത്താൽ, അവൻ നടത്തിയ വിധങ്ങൾ ഓർത്താൽ, അവൻ കൊണ്ടുവന്ന വഴികൾ ഓർത്താൽ എനിക്കൊരിക്കലും വാവൂട്ടി ദൈവത്തിൽ ഇരിക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം ഈ കൺവെൻഷന്റെ അകത്ത് ദൈവം നിങ്ങളെ നടത്തിയ വിധങ്ങൾ ഓർത്താൽ, ദൈവം നിങ്ങളെ പരിപാലിച്ച വിധങ്ങൾ ഓർത്താൽ, ദൈവം നിങ്ങളെ കൊണ്ടുവന്ന വഴികൾ ഓർത്താൽ ഒരിക്കലും ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല. പ്രിയമുള്ളവരെ, ഇന്നത്തെ വർത്തമാന പത്രങ്ങളും സോഷ്യൽ മീഡിയയും നാം വീക്ഷിക്കുമ്പോൾ എത്രയോ നീചകരമായ, എത്രയോ വേദനാജനകമായ വാർത്തയുടെ പരമ്പരകൾ നമ്മുടെ കൺമുമ്പിൽ പോകുമ്പോൾ ദൈവം തന്നെ നടത്തുന്ന, ദൈവം തന്നെ പുലർത്തുന്ന, ദൈവം തന്നെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന, ദൈവം തന്നെ സ്തോത്രം പരിപാലിക്കുന്ന ആ ദൈവത്തിന്റെ വിധങ്ങൾ ഓർത്താൽ ഇന്ന് പകൽക്കാലം വാവൂട്ടി ദൈവസ്ഥിരിപ്പാൻ കഴിയുമോ? ഇന്ന് പകൽക്കാലം ഈ സങ്കീർത്തനത്തിനകത്തുനിന്ന് ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായി പ്രബോധിപ്പിക്കുകയാണ്. സ്തോത്ര സങ്കീർത്തനക്കാരനോട് ചേർന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും, ഞാൻ എല്ലാ കാലത്തും എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. എൻ്റെ കഷ്ടതയുടെ നടുവിൽ, എൻ്റെ വേദനയുടെ നടുവിൽ, എൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ, എൻ്റെ ശോധനയുടെ നടുവിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്താൽ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ വാവൂട്ടിയിരിക്കത്തില്ല. ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കാനിടയായിട്ടില്ല. വിശുദ്ധ തിരുവെടുത്ത് പഠിക്കുമ്പോൾ കാണുന്നുണ്ട്, ഇസ്രായേലിന്റെ രാജാവായിരിക്കുന്ന ദാവീദ് തന്റെ പഞ്ഞിനൂൽ കൊണ്ടുള്ള തന്റെ ഔദ്യോഗിക വസ്ത്രം ഊരിവെച്ചതിനു ശേഷം സാധാരണ ആ പഞ്ഞിനൂൽ കൊണ്ടുള്ള വസ്ത്രം മാത്രം അണിഞ്ഞുകൊണ്ട് യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ ഒരു ഭോഷനെ പോലെ നൃത്തം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരാരാധനയുടെ അനുഭവം നമുക്ക് കാണാം. സ്വന്തം ഭാര്യയായ മീഖേൽ കിളിവാതിൽ തുറന്നു നോക്കുമ്പോൾ സ്തോത്രം, തന്റെ പ്രിയപ്പെട്ടവൻ ഒരു രാജ്യത്തെ അടക്കി ഭരിക്കുന്ന രാജാവ് ഒരു ഭോഷനെ പോലെ നൃത്തം ചെയ്യുന്നത് തനിക്ക് കാണുവാൻ സാധിച്ച് താൻ അവളെ നിന്ദിക്കുവാനിടയായി തീർന്നു. എന്നാൽ ദാവീദിന് പറയാൻ പറ്റും, മീഖേൽ നിന്ദിച്ചാലും, ആര് പരിഹസിച്ചാലും, സ്തോത്രം, ആര് എന്നെ കുറിച്ച് അപവാദം പറഞ്ഞാലും, എന്നെ നടത്തിയ, എന്നെ പുലർത്തിയ, എനിക്ക് വേണ്ടി കരുതിയ, എന്റെ മേൽ അഭിഷേകത്തിന്റെ തൈലം ഒഴിച്ച എന്റെ ദൈവത്തെ എനിക്ക് മറക്കാൻ പറ്റത്തില്ല. ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഇന്ന് പകൽക്കാലം നിന്റെ സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ, നിന്റെ ചുറ്റുപാടുകൾ പ്രതികൂലമാകുമ്പോഴും അതിനകത്ത് നൃത്തം ചെയ്യുവാൻ, അതിനകത്ത് പാട്ടുപാടുവാൻ, അതിനകത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയുമെങ്കിൽ അവിടെയാണ് ദൈവത്തിന്റെ പ്രസാദം വെളിപ്പെടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പനും അമ്മയും ഒക്കെ ഉപേക്ഷിച്ചു, സഹോദരങ്ങൾ ഉപേക്ഷിച്ചു. പക്ഷേ ദാവീദിന് അറിയാം, എന്റെ ദൈവം എന്നെ കൈവിടത്തില്ല. ആരെല്ലാം കൈവിട്ടാലും, ആരെല്ലാം ഒറ്റപ്പെടുത്തിയാലും, ആരെല്ലാം മാറ്റി നിർത്തിയാലും എന്റെ മേലൊരു അഭിഷേകം വെളിപ്പെടുന്നുണ്ടെങ്കിൽ സ്തോത്രം, എനിക്കൊരിക്കലും ദൈവസന്നിധിയിൽ മൗനമായിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ദൈവത്തെ സ്തുതിക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. വേഗത്തിൽ 4-ാമത്തെ വാക്യത്തിലേക്ക്
5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് സുപരിചിതമായൊരു വാക്യമാണ്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്ന ഒരു ദൈവവൈതന്റെ മുഖം ലജ്ജിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. നീ നോക്കിയത് മനുഷ്യന്റെ മുഖത്തേക്കാണെങ്കിൽ നീ ലജ്ജിക്കേണ്ട വരും. പക്ഷെ ദൈവത്തിന്റെ മുഖത്തേക്കാണ് നോക്കിയെങ്കിൽ നിന്റെ മുഖം ലജ്ജിക്കുവാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ദൈവമുഖത്തേക്ക് നോക്കുന്ന ഒരു ദൈവവൈതനാണെങ്കിൽ നിന്റെ മുഖം ലജ്ജിക്കപ്പെടുവാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. പല വാതിലുകളും മുട്ടിയിട്ടും പരാജയങ്ങളായിരിക്കാം ജീവിതത്തിൽ. പല വഴികളിലൂടെ പോയിട്ടും വഴികളും വാതിലുകളും നിനക്ക് മുമ്പിൽ അടഞ്ഞേക്കാം. പക്ഷേ നീ മുട്ടുമടക്കുന്ന ഇടത്ത് നിനക്ക് വേണ്ടി തുറക്കപ്പെടുന്ന വഴിയുണ്ട്. നീ കണ്ണുനീരൊഴുക്കുന്ന ഇടത്ത് നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവകൃപയുണ്ട്. നീ നിലവിളിക്കുന്ന ഇടത്ത് നിനക്ക് വേണ്ടി പകരപ്പെടുന്ന ഒരു അഭിഷേകമുണ്ട്. വിശുദ്ധ ആരാധനയിൽ ദൈവത്തിന്റെ ആത്മാവ് ചിലരോട് ഒരു ദൂതായി പ്രഖ്യാപിക്കപ്പെടുകയാ. നീ മുട്ടുമടക്കുന്ന ഇടത്ത് നിനക്ക് വേണ്ടി തുറക്കപ്പെടുന്ന ഒരു വാതിലുണ്ട്. സമയം കഴിഞ്ഞിട്ടില്ല, വർഷം കഴിഞ്ഞിട്ടില്ല, മാസം കഴിഞ്ഞിട്ടില്ല. നിന്റെ ടൈമാണ്. നീ ചാടി എഴുന്നേൽക്കുന്ന നിമിഷമാണ്. നിന്റെ മേൽ പകരപ്പെടുന്ന അഭിഷേകത്തിന്റെ ശക്തി, നിന്റെ മേലുള്ള വാഗ്ദത്തം പുറത്തു വരേണ്ട സമയങ്ങളാണ്. ഈ പരാതി പറഞ്ഞ് പരിഭവങ്ങൾ പറഞ്ഞ് മാറിയിരിക്കുവാനല്ല ദൈവത്തിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിന്റെ മുമ്പിൽ ഏതെല്ലാം വഴികൾ അണഞ്ഞാലും മുട്ടുമടക്കുന്ന ദൈവത്തിനെ നിനക്ക് വേണ്ടി തുറക്കപ്പെടുന്ന ഒരു വഴിയുണ്ടല്ലോ. ഇന്ന് വകൽക്കാലം നീ അറിയാം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ സങ്കീർത്തനത്തിന്റെ എല്ലാ വാക്യങ്ങളും ഞാൻ ഇവിടെ വായിക്കുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ചില വാക്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ താണിരിക്കുവാൻ ദൈവനാമത്തിൽ താല്പര്യപ്പെടുകയാണ്. അടുത്ത വാക്യം സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. 18-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. കടന്നു വരുമ്പോൾ സ്തോത്രം ഒരാശ്വാസമായി, ഒരു അനുഗ്രഹമായി ദൈവാത്മാവ് നമ്മോട് ഇടപെടുകയാണ്. ആ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഇന്ന് പകൽക്കാലം ഈ വിശുദ്ധ ആരാധനയിൽ നീ ഹൃദയ നുറുക്കത്തോടുകൂടെ ആണെങ്കിൽ കർത്താവ് നിന്റെ അടുത്തുണ്ട്. സ്തോത്രം. ഒരുപക്ഷെ ആരോടും പറയുവാൻ പറ്റാത്ത വേദനകൾ വഹിച്ചുകൊണ്ടായിരിക്കാം ഇതിനകത്ത് നീ വന്നത്. സ്തോത്രം. ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത ചില പ്രാർത്ഥനാ വിഷയങ്ങളുമായിട്ടായിരിക്കാം ഇതിനകത്ത് നീ വന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവാത്മാ വിളിച്ചു പറയുന്നു, അവൻ നിനക്ക് സമീപസ്ഥനായി നിന്നോട് കൂടെയുണ്ട്. ഒരു കൂട്ടുകാരനെ പോലെ, ഒരു കൂടപ്പുറപ്പിനെ പോലെ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരുവാൻ ഇന്ന് പകൽക്കാലം ഈ പന്തലിനകത്ത് എഴുന്നള്ളി വന്നിരിക്കുന്ന ഒരു തേജോമനായ ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം വഹിക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചില സമയങ്ങളിലൊക്കെ ഏകാന്തതകളിലൂടെ സഞ്ചരിക്കേണ്ടി വരും. ചില സമയങ്ങളിലൊക്കെ ഒറ്റപ്പെടലുകളിലൂടെ പോകേണ്ടി വരും. ചില സമയങ്ങളിലൊക്കെ ആരും നിന്നെ മാനിച്ചിരുന്നു വരും. ചില സമയങ്ങളിൽ ആരും നിന്നെ പരിഗണിച്ചിരുന്നു വരും. ചില സമയങ്ങളിൽ ചിലരൊക്കെ നിന്നെ മാറ്റി നിർത്തിയെന്ന് വരും. പക്ഷെ ദൈവത്തിന് നിന്റെ മേലൊരു പദ്ധതി ഉണ്ടെങ്കിൽ, ദാവീദേ, നീ സ്തോത്ര കാട്ടിലാണെങ്കിലും കാട്ടരുവിയുടെ വെള്ളം കുടിച്ചാണെന്ന് നിന്റെ ജീവിതം മുൻപോട്ട് പോകുന്നെങ്കിലും ചില സിംഹത്തെ വലിച്ചു കയറാൻ, ചില കരടിയെ വലിച്ചു കയറുവാൻ, ചിലതിനെ തകർക്കുവാനുള്ള ഒരു അഭിഷേകം നിന്റെ മേൽ പകർന്നിട്ടുണ്ട്. ഒന്നും നിനക്കില്ലായിരിക്കാം. പക്ഷെ മുട്ടുമെന്ന് കരയുന്ന നിന്റെ മേൽ പകരപ്പെടുന്ന ഒരു ആത്മീയ അഭിഷേകം നിന്റെ മേൽ പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ട്. നീ ദൈവത്തിന് ഒരു ശ്രേഷ്ഠനായ വ്യക്തിയാ. നിന്റെ അപ്പനെ ഉപേക്ഷിച്ചോട്ടെ, അമ്മ നിന്നെ തള്ളിക്കളഞ്ഞോട്ടെ, പക്ഷെ നിന്നെ മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരുവനുണ്ട്. തിരുവനന്തപുരത്ത് നമ്മളിങ്ങനെ വായിക്കുന്ന, ഒരു അമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ? 9 മാസം 9 നാഴിക 9 വിനാഴിക അമ്മയുടെ ഗർഭഗൃഹത്തിൽ കഴിഞ്ഞൊരു കുഞ്ഞിനെ വേദനയോടെ പ്രസവിച്ചിട്ട് കുരിശുംതൊട്ടിയുടെ കീഴിലും കപ്പക്കാലായിലും സ്തോത്ര തെരുവോരങ്ങളിലൊക്കെ ഉപേക്ഷിച്ചിട്ട് മാതൃകരണയില്ലാതെ പോകുന്ന അനേക വ്യക്തി ജീവിതങ്ങളെ നാം കാണുന്നുണ്ട്. നമ്മുടെ വിരൽത്തുമ്പിലിരിക്കുന്ന
പ്രചരിക്കുന്ന സോഷ്യൽ മീഡിയ അടക്കമുള്ള മാധ്യമങ്ങളിലൂടെ, എന്നാൽ സ്തോത്രം എത്രയോ വർഷങ്ങൾക്കപ്പുറത്ത് പ്രവാചകനായിരിക്കുന്ന യെശയ്യാവിലൂടെ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു ചോദിക്കുന്നു, ഒരമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല, നിന്നെ മാറ്റി നിർത്തിക്കോട്ടെ. നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരുവൻ ഇന്ന് പകൽക്കാലം ഇതിനകത്തുണ്ട്. ദാവീദേ, നീ ഒറ്റയ്ക്കല്ല. സ്തോത്ര പ്രതിസന്ധിയുണ്ട്, പ്രശ്നങ്ങളുണ്ട്, വേദനകളുണ്ട്, വെല്ലുവിളികളുണ്ട്. പക്ഷേ നിന്റെ മേൽ എന്റെ കൃപ പകർന്നിട്ടുണ്ട്. നീ ഒറ്റയ്ക്കല്ല സഞ്ചരിക്കുന്നത്, നിന്നോട് കൂടെ ഞാനുണ്ട്. ഇന്ന് പകൽക്കാലം ചിലരോട് ദൈവാത്മാവ് ഇടപെടുകയാണ്. നീ ഒറ്റയ്ക്കല്ല സഞ്ചരിക്കുന്നത്. നിന്റെ ഹൃദയ നുറുക്കത്തിന്റെ വേദന അവൻ അറിയാം, നിന്റെ ഭാരം അറിയാം. നിന്റെ അടുത്തിരിക്കുന്നവർക്ക് അറിയത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഒരു പക്ഷേ വലിയ സൗന്ദര്യമൊന്നും നിനക്കില്ല, വലിയ പേഴ്സാലിറ്റി ഒന്നുമില്ല, വലിയ നിറമൊന്നും നിനക്കില്ല. പക്ഷെ നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു അഭിഷേകം, ഒരു ദൈവകൃപയുണ്ട്. ആത്മാവിൽ ഇന്ന് പകൽക്കാലം വിശ്വസിച്ച് ചില വഴികൾ നിനക്ക് വേണ്ടി തുറക്കപ്പെടാൻ പോകുകയാ. ചില യോദ്ധാ നിന്റെ മുമ്പിൽ വഴിമാറാൻ പോകുകയാ. ചില വിജയങ്ങൾ നിന്റെ മുമ്പിൽ വഴിമാറാൻ പോകുകയാ. നിന്റെ മേലുള്ള വാഗ്ദത്തം ഈ 2026 വെളിപ്പെടുന്ന വർഷമായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാ. ഓ സ്തോത്രം. 23-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്. ദാവീദ് പറയും, കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. പുതിയ ട്രാൻസ്ലേഷൻ മലയാളം ബൈബിളിൽ കൊടുത്തിരിക്കുന്ന പദം ഇങ്ങനെയാ, മരണനിഴൽ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഭയപ്പെടുകയില്ല. നിന്നെ ഭയപ്പെടുത്തുന്ന മരണത്തിന്റെ താഴ്വര നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചാലും അതിനകത്തൂടെ നിന്നെ കടത്തിക്കൊണ്ടുപോകുന്ന, അതിനകത്ത് നിന്നെ കൈപിടിച്ച് നിന്നെ നടത്തുന്ന ഒരു ദൈവകൃപയുണ്ടെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. അവൻ നിന്നെ കൈവിടുന്ന ദൈവമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സംഗീതം പഠിച്ചു വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് 23, 24 ഒക്കെ നമുക്ക് വളരെ പ്രതീക്ഷയും പ്രത്യാശയും തരുന്ന സങ്കീർത്തനമാണ്. 23-ാം സങ്കീർത്തനം ഒരു താഴ്വരയാണെങ്കിൽ 24-ാം സങ്കീർത്തനം ഒരു പർവ്വതം മുകളിലേക്കുള്ള യാത്രയാണ്. സ്തോത്രം. ഓർത്തോണം, ഒരു താഴ്വര വെളിപ്പെടുമെന്ന് നീ ഓർത്തോണം, അതിനപ്പുറത്ത് ഒരു ഉയർച്ച വെളിപ്പെടാൻ പോകുകയാണ്. നിന്നെ താഴ്വരയിൽ കൊണ്ടുപോയി വേദനപ്പെടുത്താനല്ല, നിന്നെ താഴ്വരയിൽ കൊണ്ടുപോയി തകർത്ത് കളയാനല്ല. നീ താഴ്വരയിലൂടെ പോകുമ്പോൾ ഓർത്തോണം, ഇതെനിക്ക് സന്തോഷമാ. ഇത്തിരി ഞെരുക്കമാണെങ്കിലും വേദനയാണെങ്കിലും പ്രതിസന്ധിയാണെങ്കിലും പുറമെറുക്കാതെ ദൈവമേ ഇത് നന്മയ്ക്കാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ താഴ്വരയിൽ നീ സഞ്ചരിക്കാമെങ്കിൽ നിന്റെ അടുത്ത നിമിഷം പർവ്വതത്തിലേക്ക് കയറ്റുന്ന ഒരു ദൈവകൃപ നിനക്ക് വേണ്ടി വെളിപ്പെടും. 24-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്ന, യഹോവേ, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ കയറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം തിരുവെടുത്ത് പറയുന്ന, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഈ ശാലേം ഗോസ്പൽ ചർച്ച് ഗോഡിന്റെ ഈ ജനറൽ കൺവെൻഷന്റെ ഈ വിശുദ്ധി ആരാധനയിൽ എന്നെ ശ്രമിക്കുന്ന എന്റെ പ്രിയ സ്നേഹിതരെ, ഇന്ന് പകൽക്കാലം നിന്റെ ഹൃദയത്തിന്റെ നുറുക്കം ആരും അറിയുന്നില്ലെങ്കിലും നിനക്ക് സമീപസ്ഥനായി പന്തലിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം നിന്നോട് കൂടെയുണ്ട്. ഇതിനകത്തിരിക്കുന്നെങ്കിലും നിന്റെ മനസ്സിങ്ങനെ പല വിഷയങ്ങൾക്കകത്ത് ചുറ്റി സഞ്ചരിക്കുകയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നിന്നോട് പറയുന്നു, നിനക്ക് സമീപസ്ഥനായി നിന്റെ വിഷയത്തെ പരിഹരിക്കുവാൻ, നിന്റെ വേദനയെ മാറ്റുവാൻ, നിനക്ക് ആശ്വാസം തരുവാൻ, നിന്റെ മേൽ കൃപ വരുവാൻ ഞാൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കർത്താവിന്റെ പകൽക്കാലം നമ്മുടെ മധ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അക്ഷരീയമായ കണ്ണുകൾക്ക് മുമ്പിൽ കാണത്തില്ലെങ്കിലും ആത്മാവിന്റെ കണ്ണ് തുറന്ന് നോക്കിയാൽ തേജസ് വാരി ഉടുത്തുകൊണ്ട് ഇതിനകത്തോട് ഉലാവുന്ന യേശുവിനെ കാണാൻ പറ്റും. ആ സാന്നിധ്യം നിന്റെ അടുക്കലുണ്ട്, അടുക്കലുണ്ട്, അടുക്കലുണ്ട്. സ്തോത്രം. ഇന്ന് പകൽക്കാലം തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇവിടെ പറയാണ്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാകുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ഈ സങ്കീർത്തന പ്രബോധത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോട് ശക്തമായി ഇടപെടുകയാണ്. അവൻ നിന്റെ അടുത്ത് വന്ന് നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. ഒരമ്മ തന്റെ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നത് പോലെ അവൻ നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുകയാണ്. സമയം മുമ്പോട്ട് പോയല്ലോ. സ്തോത്രം. അവസാനത്തെ വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. ഇന്ന് പകൽക്കാലം സ്തോത്രം, നമ്മുടെ ശരണമെന്ന് പറയുന്നത് യഹോവയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മിക്കയിടത്തും ഒരു സങ്കേത നഗരമുണ്ട്. ഈ സങ്കേത നഗരം എന്ന് പറഞ്ഞാൽ ശത്രുവിന്റെ കയ്യിൽ നിന്ന്
രക്ഷപ്പെട്ട് ഓടിപ്പോയി അഭയം പ്രാപിക്കാൻ കഴിയുന്നതിന് പറയുന്ന പേരാണ് സങ്കേത നഗരം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്തോത്രം, നിനക്ക് ശരണമായിരിക്കുന്നത്, നിനക്ക് കോട്ടയായിരിക്കുന്നത്, നിനക്ക് സങ്കേതമായിരിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ പാദപീഠമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിൽ നമുക്ക് ശരണം വെക്കാം, അവനിൽ നമുക്ക് സങ്കേതത്തിലേക്ക് അവന്റെ സങ്കേതത്തിലേക്ക് നമുക്ക് അഭയം പ്രാപിക്കാം. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ ആ ദൈവകൃപ നമ്മുടെ മേൽ ചൊരിയട്ടെ. ഇന്ന് പകൽക്കാലം ദാവീദിനോട് ചേർന്ന് ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കുമെന്ന് പറയുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സങ്കീർത്തന പ്രബോധന വാക്കുകളിൽ ഇരിക്കുന്നു. ദൈവമായ കർത്താവ് ഈ സങ്കീർത്തനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സങ്കീർത്തന പ്രബോധനത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പകലിൽ വളരെ സന്തോഷത്തോടുകൂടി ആയിരിക്കുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ വിദൂരങ്ങളിൽ നിന്ന് യാത്ര ചെയ്തൊക്കെ ആരാധനയെ സംബന്ധിക്കുന്ന ദൈവമക്കളെ ഓർത്ത് സന്തോഷത്തോടെ ഇന്ന് പകലായിരിക്കുന്നു. എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം പഠിക്കുമ്പോൾ രണ്ട് വിഷയമാണ് യിരെമ്യാ പ്രവാചകൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായത്. ഒന്ന്, ജനത്തിന്റെ സ്ഥിതി മാറ്റണം. രണ്ട്, ദേശത്തിന്റെ സ്ഥിതി മാറ്റണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ അനുഗ്രഹിക്കപ്പെട്ടതായ ആരാധനയിൽ നാം സംബന്ധിക്കുമ്പോൾ ഇന്ന് പകൽ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവപാദപീഠത്തിലായിരിക്കാം. ഈ 2026 ഞങ്ങളുടെ സ്ഥിതി മാറ്റുന്ന വർഷമാണ്. ഈ 2026 ഞങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുന്ന ഹല്ലേലൂയ ഒരു വർഷമാണ്. ഇന്ന് പ്രാർത്ഥനയോടെ നാം ആയിരിക്കുന്നെങ്കിൽ നമ്മുടെ സ്ഥിതികൾക്ക് ദൈവം മാറ്റം വരുത്തുന്നതിന് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ടതായ സങ്കീർത്തന പ്രബോധനത്തിലൂടെ നമ്മെ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് വളരെ വിഷയങ്ങൾ ഓർപ്പിക്കുവാൻ ഇടയായിത്തീർന്നല്ലോ. കർത്താവദാസനോട് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി അവിടുന്ന് സഹായിക്കട്ടെ. പുറകിൽ കസേരകൾ ഒരുപാട് ഇരിക്കുന്നുണ്ട്. അവിടെ ഇരിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് വാളണ്ടിയേഴ്സ് പ്രത്യേകമായി കസേരകൾ ക്രമീകരിച്ച് ഇരിക്കാനുള്ള ക്രമീകരണത്തെ ഒരുക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. പുറകിലിരിക്കുന്ന സഹോദരന്മാർക്ക് മുൻപിലുള്ള കസേരകളൊക്കെ കാലിയായി കിടക്കുന്നുണ്ട്. മുമ്പോട്ട് കയറി ഇരുന്ന് നമ്മുടെ ആരാധനയിൽ സംബന്ധിക്കാമല്ലോ, അതിന് യോഗ്യമായിരിക്കുമെന്ന് കർത്താവ് നാമത്തിൽ ഓർപ്പിക്കും. തുടർന്ന് സാക്ഷ്യത്തിനായിട്ടുള്ള സമയത്തെ വേർതിരിക്കുകയാണ്. ആദ്യമായി ഓർപ്പിക്കേണ്ട സാക്ഷ്യത്തിനുള്ള സമയം കൃത്യമായി 1 മിനിറ്റ് മാത്രമാണ്. 1 മിനിറ്റിനുള്ളിൽ നമ്മുടെ സാക്ഷ്യങ്ങളെ ഓർപ്പിച്ചിരിക്കാനാണ് ആ കർത്താവിൽ നമ്മൾ ശരണപ്പെടുന്നത്. ഇന്ന് പകൽക്കാല സാക്ഷ്യത്തിനായിട്ട് സമയം വേർതിരിച്ചിരിക്കുന്നത് നമ്മുടെ ശാലേം ഗോസ്ബൽ ചർച്ച് ബോർഡിന്റെ സഹോദരിമാരുടെ സംഘടനയായിരിക്കുന്ന SYF-ന്റെ പ്രതിനിധിയായി കർത്താവിന്റെ ദാസി സിസ്റ്റർ ജോളി വിനോദ് അവർ നമ്മുടെ മധ്യത്തിലുണ്ട്. ആദ്യമായിട്ട് സഹോദരിമാരെ പ്രതികരിച്ചുകൊണ്ട് കർത്താവിന്റെ ദാസി നമ്മളോട് ചില വാക്കുകൾ സംസാരിക്കും. അതിനുശേഷമായിട്ട് സഹോദരന്മാരുടെ ഭാഗത്ത് നമ്മുടെ ശാലേം ഗോസ്ബൽ ചർച്ച് ബോർഡിന്റെ യുവജന സംഘടനയായിരിക്കുന്ന സംഘടനയുടെ പ്രസിഡന്റായിട്ട് സേവനമനുഷ്ഠിക്കുന്ന കർത്താവദാസൻ പാസ്റ്റർ ബിനോയ് ജോസഫ് അവറുകളാണ്. അദ്ദേഹം ഒരു വാക്കുകൾ 1-2 വാക്കുകൾ നമ്മോട് സംസാരിക്കും. അതിനുശേഷമായിട്ട് നമ്മുടെ സഹോദര സംഘടനയായിരിക്കുന്ന സൺഡേ സ്കൂളിനെ പ്രതികരിച്ചുകൊണ്ട് പാസ്റ്റർ ജോൺസൺ മത്തായി അവറുകൾ, ഈ 3 പേർക്കാണ് സമയത്ത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഗാനം ആലപിക്കുന്നതിന് ശേഷമായിട്ട് കൃത്യമായി 1 മിനിറ്റ് മാത്രം സമയം എടുത്ത് ആ കാര്യങ്ങൾ നിർവഹിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ അവിടുന്ന് സഹായിക്കുമാറാണ്. എന്റെ ആവശ്യം എല്ലാവരെയും
ദുഃഖനാളിൽ കൈവിടാതെ തന്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും എന്നെ കരുതും എന്നും പുലർത്തും എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിയും ദുഃഖനാളിൽ കൈവിടാതെ തന്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട് തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട് തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ ഭവിക്കയില്ല ബാധയോ എന്നെ തൊടുകയില്ല പാതകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കരങ്ങളിൽ വഹിക്കും ഭവിക്കയില്ല ബാധയോ എന്നെ തൊടുകയില്ല പാതകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കരങ്ങളിൽ വഹിക്കും ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട് തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട് തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ Praise the Lord. Hallelujah. പ്രസിദ്ധായിരിക്കുന്ന ദൈവനാമത്തിന് ഉണ്ടാകട്ടെ. വേദിയിലായിരിക്കുന്ന കർത്താവിന്റെ വിലയേറിയദാസന്മാർ, നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, അതുപോലെ നമ്മുടെ ശാലയും ദേവസഭയുടെ 16ാം കൺവെൻഷനാണ്. കഴിഞ്ഞ 15 വർഷക്കാലവും ദൈവമായ കർത്താവ് നമ്മളെ നടത്തി. നമ്മുടെ കൺവെൻഷന് പല പ്രയാസങ്ങൾ പ്രതികൂലങ്ങളൊക്കെ കടന്നു വന്ന സ്ഥാനത്തും ദൈവമായ കർത്താവ് തളർന്നു പോകാതെ വീണു പോകാതെ വണ്ണം നമ്മളെ ഇത്രത്തോളം നിലനിർത്തിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു.
വേദിയിലായിരിക്കുന്ന നല്ല ഗാനങ്ങൾ പാടിയ കർത്താവിൻ്റെ ദാസിമാർ കൊയർ നല്ല ഗാനങ്ങൾ പാടുവാൻ ദൈവമായ കർത്താവിനെ സഹായിച്ചു. ദൈവസഭയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഇന്ന് ഓൽക്കാലം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് ഓൽക്കാലം എൻ്റെ സാക്ഷ്യവാചകം ഞാൻ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലമായി നമ്മളെ ജനറൽ കൺവെൻഷന് വേണ്ടി നമുക്ക് ശക്തമായി പ്രാർത്ഥിപ്പാൻ ദൈവമായി കർത്താവ് സഹായിച്ചു. അതുപോലെ സഹോദരിമാരായിരിക്കുന്ന ഞങ്ങൾക്ക് സെൻട്രൽ തലത്തിലുള്ള മീറ്റിങ്ങുകളൊക്കെ കഴിഞ്ഞൊരു വർഷം നടത്തുവാൻ ദൈവമായ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ബലഹീനങ്ങളും കുറവശങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും ദൈവമായ കർത്താവ് അതിൽ നിന്നൊക്കെ നമ്മളെ വിടുവിച്ചു. പിന്നെ പ്രവർത്തനങ്ങളെ മുൻപോട്ട് ശക്തമായി കൊണ്ടുപോകുന്നതിന് വേണ്ടി ദൈവമക്കളുടെ പ്രാർത്ഥന ചോദിക്കുന്ന ഒരു വാക്യം വായിച്ചുകൊണ്ട് ഞാൻ ദൈവസ്ഥനെ താണിരിപ്പാൻ ആഗ്രഹിക്കുന്നു. 16-ാം സങ്കീർത്തനം 2-ാം വാക്യം. ഞാൻ യഹോവയോട് പറഞ്ഞു, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. കർത്താവ് ഒഴികെ ഒരു നന്മയും നമുക്ക് ഭൂമിയിൽ പറയുവാനില്ല. കർത്താവ് തന്ന അനുഗ്രഹങ്ങളും നന്മകളും വിടുതലുമല്ലാതെ ഈ പതിൻ്റെ കീഴില് ഓരോ മക്കൾക്ക് ഈ ഒരു വർഷക്കാലം ഇരിപ്പാൻ ദൈവമായി കർത്താവ് ഇത്രത്തോളം ഭാഗ്യം ഒരുക്കി. അടുത്ത വർഷക്കാലം ജീവിപ്പാൻ ആവശ്യമായ എല്ലാ ദൈവകൃപയും അതേ ആത്മീയത്തിലും ഭൗതികത്തിലും ശരീര കടമകളും ദൈവമായി കർത്താവ് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് പ്രസാരത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഓരോ ദൈവമക്കൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇടയിൽ സാക്ഷ്യം നിന്നോട്. ദൈവത്തിൻ്റെ ധന്യമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രതികാരി ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ദൈവദാസൻ, വേദിയിലായിരിക്കുന്ന ശാലയം ഗോസ്ബൽ ചർച്ച് ബോർഡ് ദൈവസഭകളുടെ ഫൗണ്ടർ പ്രസിഡന്റായിരിക്കുന്ന VT വിനോദകുമാർ സാറും കുടുംബം, അതുപോലെ വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, സെൻട്രൽ പാസ്റ്റർമാർ, അതുപോലെ പാസ്റ്റർ ഫെലോഷിപ്പിൻ്റെ ചെയർമാൻ, അതുപോലെ സൺഡേ സ്കൂളിൻ്റെ ഡയറക്ടർ, ഇവിടെ ആയിരിക്കുന്ന കൊയർ ടീം, എൻ്റെ മുൻപിലായിരിക്കുന്ന ദൈവദാസിദാസന്മാർ, കുഞ്ഞുങ്ങൾ, ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ ആദ്യമായി അർപ്പിക്കുകയാണ്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ സ്വർഗത്തിൽ ദൈവം അവിടുന്ന് കൃപ നൽകിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ജനറൽ കൺവെൻഷൻ്റെ അവസാന സമയത്തേക്ക് കടന്നു വന്നിരിക്കുന്നുവല്ലോ. പ്രത്യേകം എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ ഞാൻ ഇരിക്കുവാൻ ദൈവത്തിന് ശരണപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കൺവെൻഷൻ അനുഗ്രഹമായ നിലയിൽ നടക്കുവാൻ ഇടയായി തീർന്നപ്പോൾ തന്നെ യൂത്തിൻ്റെ ഇതായിരിക്കുന്ന ഒരു പദവിയിലേക്ക് കർത്താവ് കഴിഞ്ഞ ദിവസം എന്നെ ആക്കി തീർക്കുവാൻ ഇടയായി തീർന്നു. കഴിഞ്ഞ പകലിൽ നമ്മുടെ യൂത്തിൻ്റെ മീറ്റിംഗ് പ്രോഗ്രാമുകളൊക്കെ ഈ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുവാൻ ഇടയായി തീർന്നതിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ സഹോദരന്മാരെ, അവരൊക്കെ നല്ല രീതിയിൽ അവർക്ക് ദൈവം കൊടുത്ത കൃപയ്ക്കനുസരിച്ച് അവരുടെ താലന്തുകളെയൊക്കെ ചെയ്യുവാൻ കർത്താവ് കൃപ നൽകി. എന്നാൽ പോരായ്മകൾ ദൈവദാസി മുമ്പ് ഓർപ്പിച്ചു. നമ്മുടെ യൂത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചില സഭകളിൽ മാത്രമേ നടക്കും, ചിലയിടത്തില്ല. അതിൻ്റെതായിരിക്കുന്ന പോരായ്മകളും സെൻട്രൽ തലത്തിലുള്ള മീറ്റിങ്ങുകളൊന്നും നടക്കുന്നില്ലാത്തതുകൊണ്ടും അതിൻ്റെ പോരായ്മകളെല്ലാം നികത്തി ഈ അടുത്ത വർഷങ്ങളിൽ അടുത്ത വർഷം കർത്താവിൻ്റെ പക്ഷേ നമ്മുടെ അനുഗ്രഹം വരെ നല്ല നിലയിലുള്ള യൂത്തിൻ്റെ പ്രവർത്തനങ്ങളെ കാഴ്ചവെക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കും. അതിനായിട്ട് ഇവിടെ കൂടി വന്നിരിക്കുന്ന ദൈവദാസന്മാരും ദൈവസഭകളും സഭയിലുള്ള ചുമതലകൾ വഹിക്കുന്ന ദൈവമക്കളും ആ വിഷയത്തിലേക്ക് നിങ്ങൾ തൽപരരാകണമെന്നുള്ള കാര്യം പ്രത്യേക ഇന്ന് പകൽക്കാലം ഓർപ്പിക്കുകയാണ്. ഒരു വാക്യം മാത്രം ഞാൻ നിങ്ങളെ വായിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് കുഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഈ വചനത്തിന്റെ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. ഒരിക്കലും പ്രതീക്ഷയില്ലാതിരുന്ന ജനത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ ദാസനെ ദൈവം അയക്കുമ്പോൾ, അസ്ഥികളെ കൊണ്ട് നിറഞ്ഞ താഴ്വരയിലേക്ക് യെഹെസ്കേലിനെ ദൈവം അയക്കുമ്പോൾ അവിടെ യെഹെസ്കേലിനോട് പറഞ്ഞൊരു ദൂതാണ്, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് ഞാൻ നിങ്ങൾ വിശ്വാസം വരുത്തും. അങ്ങനെയെങ്കിൽ ഇന്ന് പകല് ദൈവസന്നിധി കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയില്ലാത്തവരല്ല. ഇന്ന് പകൽക്കാലം നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ വണ്ണം ഒരു പുതിയ ഒരു തുടക്കം കുറിക്കുവാൻ, ഒരു പുതിയൊരു ജീവനിലേക്ക് കർത്താവ് നമ്മെ നയിക്കുവാൻ ഈ മഹാ കൺവെൻഷൻ അതിന് വഴിയൊരുക്കട്ടെ. ഓരോ കുടുംബങ്ങളെയും ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. പ്രത്യേക എനിക്ക് ഈ അവസരം ഒരുക്കി തന്ന പ്രത്യേക ദൈവദാസന്മാരോടും ദൈവസഭയോടുമുള്ള പ്രത്യേക നന്ദിയെ ഓർപ്പിച്ചുകൊണ്ട് വാക്കിൽ നിന്നിരിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഇവരെയും സഹായിക്കുമാറാകട്ടെ.
യൂത്തിൻ്റെ പ്രസിഡന്റായിരിക്കുന്ന കർത്താൻദാസും പിന്നെ യോസഫിനെ ധാരാളമായി അധികം അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ പകലിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു മീറ്റിംഗ് ഇവിടെ നടക്കുവാൻ ഇടയായി തീർന്നു. കർത്താൻദാസിൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ പകൽ നടന്ന മീറ്റിംഗ് വളരെ അനുഗ്രഹമായിരുന്നു. തുടർന്നുള്ള പ്രവർത്തനങ്ങൾ അധികം മാനിക്കുകയും അനുഗ്രഹിക്കുകയോടൊന്ന് ചെയ്യുമാറാകട്ടെ. തുടർന്ന് സൺഡേ സ്കൂളിനെ പ്രതികരിച്ചുകൊണ്ട് പാസ്റ്റർ ജോൺസൺ മത്തായി ഇപ്പോൾ മുമ്പിൽ കടന്നു വന്ന് 2 കാര്യങ്ങൾ ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഇന്ന് പകലുകളിൽ മുഖത്തുപെടുമാറാകട്ടെ. അനുഗ്രഹമേറിയതായ നമ്മുടെ ജനറൽ കൺവെൻഷൻ്റെ ഈ സമയത്തെ ആരാധനയിൽ സ്തോത്രം നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ സർവകൃപാലുവായ കർത്താവ് എല്ലാവരെയും സഹായിച്ചത് ഓർത്ത് കർത്താവിന് ഞാൻ ആദ്യം മഹത്വം കൊടുക്കുകയാണ്. സ്തോത്ര വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യ അഭിഷിക്തന്മാർ, പ്രത്യേക ഇന്ന് പകൽ വേളയിൽ ഈ ആരാധന അനുഗ്രഹമേറിയ